അസ്സലാമലൈക്കും. അപ്പൊ നമ്മള് ഇന്ന് ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ മെഹറിന് ലോക്ക്ഡൗൺ ആയത് തന്നെ എന്തെങ്കിലും കഴിക്കണം. അപ്പൊ നമ്മള് സുഹാന ബഷീറിന്റെ ഫോളോവേഴ്സ് ആണ്. അപ്പൊ അതിലുണ്ടാക്കിയ മാംഗോ പുഡിംഗ് കണ്ടപ്പോൾ തുടങ്ങി മെഹറിന് അത് കഴിക്കണം. പക്ഷെ ഇവിടെ ആകെ കുറച്ച് ബ്രെഡ് അല്ലേ ഉള്ളൂ, കുറച്ച് ബ്രെഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. മാംഗോ പൂരി, ഡ്രൈ ഫ്രൂട്ട് ക്രഷ്ഡ്, ബ്രെഡ്, കസ്റ്റാർഡ് പൗഡർ, whipping cream, milk, sugar. കപ്പ് പാല് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് വേറിനാണ് ഇവിടെ എന്റെ ഹെൽപ്പർ അല്ലെ വേറെ. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിട്ടോ. ആ മധുരമൊക്കെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം. ഇവിടെ മധുരമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ 5 സ്പൂണാണ് ചേർത്തേക്കണേ. മെഹറിൻ അത് കലക്കിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കുന്നു. കസ്റ്റാർഡ് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പാല് തന്നെ ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. കസ്റ്റാർഡൊക്കെ കാച്ചുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. പാത്രത്തിൽ ഇങ്ങനെ കലക്കിയെടുത്തിട്ട് കട്ട ഇട്ടാണ്ട് കലക്കിയിട്ട് വേണം അതിലേക്കാക്കി മുറുക്കിയെടുക്കാൻ. ഇത് നന്നായിട്ട് ഇളക്കിച്ചു. ഞാൻ ഈ കസ്റ്റാർഡ് ഒന്ന് ഞാൻ ഇളക്കിയെടുക്കട്ടെ കേട്ടോ. മെഹറിന് ഹെൽപ്പ് ചെയ്യണേ. ഹെൽപ്പ് ചെയ്യോ? എന്നെ ഹെൽപ്പ് ചെയ്യും. മെഹറിന് മാംഗോ പുഡിംഗ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. കസ്റ്റാർഡ് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നന്നായിട്ട് ഇളക്കി ചെറിയ സിമ്മിലിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. പെട്ടെന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ചെയ്യാം. നല്ല കുറുകി ഇപ്പം തന്നെ നല്ല കുറുകി വരുന്നുണ്ട്. നമുക്ക് ഈ സിമ്മൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. 2 കപ്പ് വേണ്ട, 1 കപ്പ് മതി. എന്ന് ഡെക്കറേഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാം. മെഹറിന് ഇവിടെ ബീറ്റ് ചെയ്താൽ ഇരിക്കണേട്ടാ. മെഹർ ഞാൻ ചെയ്തോളാം. മെഹറിന് ഒച്ച വെക്കുമ്പോൾ തന്നെ ഓടുവിടുന്നു. നല്ല ഫോമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഫൈനല് പാർട്ട്. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയാം. നോക്കാം തരിയോ. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മതി. കുറച്ചൊക്കെ അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മാംഗോ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം.
ആദ്യം ഇതുപോലൊരു ബൗളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ലെയറാക്കി കൊടുക്കാം. ഇതുപോലെ ലെയറാക്കി വെച്ചതിന് ശേഷം നമുക്ക് മാംഗോ പ്യൂരി നമുക്ക് ലെയറായി കൊടുക്കാം. നമ്മളപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ പ്യൂരി ലെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മാക്സിമം ലെയർ ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് പറയണ്ട. നമുക്ക് ചെയ്ത് നോക്കാം. അത് സുഹാനയുടെ ചാനലിലാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇട്ട് കൊടുക്കാം. നെസ്റ്റോലെ മാംഗോ മാമ്പഴക്കാലം ഓഫറിലെ മാംഗോസാണ്. നമുക്കിതിട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് അറുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ അളവ് പോലെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ ചെറിയ പ്ലേറ്റാണ്, അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ഒരു സെറ്റ് ലെയർ കഴിഞ്ഞ് ഇനി അടുത്തത് പിന്നെ അതുപോലെ തന്നെ ചെയ്യാം. സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യും. വേഗം വേഗം വെച്ച് കൊടുക്കും. വേഗം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം റെഡിയായാലും വേഗം കഴിക്കും. പിന്നെ പൊന്നിന് കൊടുക്കുമോ? അപ്പോൾ നമുക്ക് അടുത്ത ലെയറും കൂടി സെറ്റ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് അടുത്ത ലെയർ പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ലെയറാണ്. പ്ലേറ്റിൽ നിന്ന് പുറത്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്തത് കറക്റ്റ് അളവായിരുന്നു. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം, ഡിസൈൻ പോലെ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ലാസ്റ്റ് എന്തായാലും കഴിക്കാനുള്ളതാണ്.
ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി കാഷ്യൂ നട്ട്, പിസ്ത, ബദാം ഇതെല്ലാം കൂടി ക്രഷ് ചെയ്താണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡെക്കറേഷൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഡെക്കറേഷനൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4 മണിക്കൂർ മാക്സിമം വെച്ചാൽ അത്രയും നല്ലത്. അത്രയും കട്ടിയായി കിട്ടും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം മേരി. ഇതൊന്ന് മുറിച്ച് നോക്കാം, കട്ട് ചെയ്യട്ടെ. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസ്. ഇത് സെമി പുഡിംഗ് ആണ്, അല്ലാണ്ട് ഭയങ്കര കട്ടയാവില്ല. ഇത് അങ്ങനത്തെ പുഡിങ്ങാണ്. അപ്പം നമുക്കിതിങ്ങനെ ഇങ്ങനത്തെ പുഡിങ് ഇത് നല്ല അടിപൊളി പുഡിങ് റെഡി. സെമി പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ചും കൂടി ഇതൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്യാം. മേരിന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബ്രെഡ് പുഡിങ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ മേരിന് തന്നെ കൊടുക്കാം. മേര് ടേസ്റ്റ് ചെയ്ത് നോക്കും. അടിപൊളിയാണോ നോക്കണേ. ആ മാംഗോ പീസസ് ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കും. ഓ മെഹരി, എനിക്ക് കണ്ടിട്ട് കൊതിയാണ്. എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളി അടിപൊളി എമ്മി. അപ്പൊ ഞാനും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര സൂപ്പർ. ഈ മാംഗോ പീസസ് ഒക്കെ എടുത്തിട്ട് സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് അല്ലേ മേരി? അപ്പം അതുപോലെ നമ്മുടെ ചാനല്, നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ പുഡിങ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. മസലാമ.